ഇത്രയും സുരക്ഷിതമായ വേറെ സ്ഥാനം ഭൂവിലില്ല. ഇത്രയും സ്നേഹമുള്ളാരും പാരിലില്ല. പിളർന്ന പാറയാം യാഹേ നിന്റെ വിള്ളലിൽ മറഞ്ഞിടുന്നു. പിളർന്ന പാറയാം യാഹേ നിന്റെ വിള്ളലിൽ മറഞ്ഞിടുന്നു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 6:7 വാക്യമാണ്. ഒന്ന് കേട്ടാട്ടെ. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭക്ഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. ആമേൻ. കർത്താവ് നമുക്ക് തരുന്ന വലിയ നിർദ്ദേശങ്ങളും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പ്രാർത്ഥിക്കണം എന്നത് കർത്താവിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. എന്താണ് പ്രാർത്ഥന? ദൈവമായിട്ടുള്ള നമ്മുടെ സംസാരമാണ്. പക്ഷേ ഇവിടെ പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ജാതികൾ ചെയ്യുന്ന പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണല്ലോ അവർക്ക് തോന്നുന്നത്. എന്താണ് ഈ വാക്ക്? അപ്പോഴെന്താ ഈ ജൽപ്പനം? ജൽപ്പനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ തുടർമാനം പറഞ്ഞ് അസഹ്യപ്പെടുത്തുന്ന ഒന്നാണ് ഈ ജൽപ്പനം എന്ന് പറയുന്നത്. ഒരു കാര്യം തന്നെ ആവർത്തിക്കുക. ആമേൻ. അപ്പോൾ പറയണേ, ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യും. കർത്താവ് എനിക്ക് തരണേ 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 തരണേ, എനിക്കത് തരണേ തരണേ തരണേ. സത്യത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ജൽപ്പനമാകരുത്. അപ്പോൾ പിന്നെ എന്തായിരിക്കണം? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണം. എന്തിനാ സംഭാഷണം? ഹൃദയങ്ങൾ അറിയുവാനാണ്, ഹൃദയങ്ങൾ പങ്കുവെക്കാനാണ്. അതായിരിക്കണം പ്രാർത്ഥന. അല്ലാതെ അതൊരു ജൽപ്പനമാകരുത്. ജാതികളുടെ ചിന്തയാണ് ഒരു കാര്യം തന്നെ തുടർമാനം പറയുമ്പോൾ അതിന് മറുപടി കിട്ടുമെന്ന്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും ഒരു വിഷയം തന്നെ ആവർത്തിക്കുന്നതാണ് ഈ മടുത്തു പോകാത്ത പ്രാർത്ഥനയെന്നും മുട്ടിപ്പായുള്ള പ്രാർത്ഥനയെന്നും ചിലയിടത്ത് ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ അതല്ല. നമ്മുടെ പൗലോസ് പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്, എൻ്റെ മേലുള്ള ആ ശൂലം മാറാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം തൻ്റെ ഒരു വിഷയം 3 വട്ടത്തിൽ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അതിനിപ്പുറം തന്നെ തനിക്കൊരു ഉറപ്പും ഒരു വിശ്വാസവും ദൈവത്തിൽ നിന്ന് ഒരു കൺഫർമേഷൻ അവന് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ജൽപ്പനമായി പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് ജാതികൾ ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞ് സ്തോത്രത്തിൽ ജാഗരിക്കണം. സ്തോത്രത്തിൽ തുടരുമ്പോൾ ഒരു വചനം അല്ലെങ്കിൽ ഒരു ദൂത് അല്ലെങ്കിൽ ഒരു പ്രകാശനം നിങ്ങളുടെ ഉള്ളിൽ കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അത് ഓർത്ത് നിങ്ങൾ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് അതിൻ്റെ പരിഹാരമായിരിക്കത്തില്ല, അതിൻ്റെ ഉത്തരമായിരിക്കും. പരിഹാരം കിട്ടുന്നവരെയും ആ ഉത്തരം പറഞ്ഞ് മുൻപോട്ട് പോകണം. അബ്രഹാമിന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പം വന്ന ഉടനെ കിട്ടിയത് മകനല്ല, മറിച്ച് വന്ന ഉടനെ കിട്ടിയത് ഒരു ഉത്തരമാണ്, ഒരു വാഗ്ദത്തമാണ്. നീണ്ട 25 വർഷം ഈ അമേൻ ദൈവം നൽകിയ ഈ ഉത്തരത്തെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ചു. ഹല്ലേലൂയ. ഞാനിത് നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചില മറുപടികൾ കിട്ടും. ആ മറുപടികളുമായി മുൻപോട്ട് പോകണം, അതിൽ കൈകളിൽ ലഭ്യമാകുന്നവരെ.
സ്തോത്രം. ഉറച്ചിരിക്കണം. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹവും മുതൽക്കൂട്ടുമായിരിക്കും. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. കർത്താവ് നമ്മോട് സംസാരിക്കും. നിങ്ങളുടെ വിഷയങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ച് നിങ്ങൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഒരു വിഷയത്തെ പറഞ്ഞ് 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 ദൈവത്തെ മുഷിപ്പിക്കുന്നവരാകരുത്. മറിച്ച് നിങ്ങളുടെ പ്രസൻസ് ദൈവത്തിന് സന്തോഷമുളവാക്കുന്നതാകണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലർ നമ്മുടെ അടുക്കിലേക്ക് പരാതികളുമായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ അവർ സന്തോഷിക്കുന്നതും അവർ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിവർത്തിക്കുന്നതും അവർ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നതും നമ്മൾ പറയുന്നതനുസരിച്ച് ചുവടുകൾ വെക്കുന്നതും എന്ത് സമാധാനമാണ് മാതാപിതാക്കൾക്ക്. സത്യത്തിൽ നമ്മൾ ജാതികളല്ല, നമ്മൾ മക്കളാണ്. ഹല്ലേലൂയ. കാര്യസാധ്യത്തിന് വേണ്ടി ഓടി വരുന്നവരല്ല നമ്മൾ, മറിച്ച് അപ്പൻ്റെ ഹൃദയത്തെ ആവിഷ്കരിക്കുവാൻ, അതിൻ്റെ ഇഷ്ടത്തെ നിവർത്തിക്കുവാൻ വരുന്നവരാണ് നമ്മൾ. യെസ്. അതുകൊണ്ട് ജൽപ്പനം ചെയ്യരുത്, മറിച്ച് സംസാരിക്കുക ദൈവത്തോട്. ദൈവത്തിന് വേണ്ടി നിങ്ങളെ ഒരുക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യാതെ പരിശുദ്ധാത്മാവെ അപ്പൻ്റെ മക്കളായിരിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആത്മാവിനെ അധികമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രത്തോടുകൂടി അങ്ങനെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ പിതാവെ, ഞങ്ങളുടെ മക്കളായി അങ്ങേ സ്നേഹിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ ആവിഷ്കരിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നവരായി ദൈവത്തിൻ്റെ മക്കളായി അവർ കർത്താവെ വാഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അങ്ങ് നിറഞ്ഞു കവിയുമാറാക്കി, സ്തോത്രത്താൽ നിറഞ്ഞു കവിയുന്നവരാക്കി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആവർത്തിച്ചുള്ള ജൽപ്പനങ്ങളിൽ നിന്ന് ജനം മാറിയിട്ട് സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ സഹായിക്കണമേ. നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആവശ്യങ്ങളുടെ നടുവിൽ സ്തോത്രങ്ങളിലിരിപ്പാൻ സഹായിക്കണമേ. മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, മക്കളെ തന്നതിനായി സ്തോത്രം, മക്കളെ വളർത്തിയതിനായി സ്തോത്രം. ജോലിയില്ലെന്നോർത്ത് അമ്മേൻ കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് കർത്താവെ, എനിക്ക് ജോലി ചെയ്യാൻ ഒരു മനസ്സിനെ തന്നതിനായി സ്തോത്രം, ഒരു ജോലി വഴി തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കാൻ, നന്ദിയിൽ കവിഞ്ഞിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്ത മറുപടികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ മർമ്മത്തിൽ, ഈ ദൈവവചനത്തിൽ ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജൽപ്പനമല്ല, മറിച്ച് അവരുടെ പ്രാർത്ഥനകൾ ദൈവവുമായിട്ടുള്ള സംസർഗമാകാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ, കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ശാപത്തിൽ നിന്ന് പുറത്തു വരട്ടെ. പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുമ്പോൾ വർഷങ്ങളായിട്ട് നടക്കാത്ത ചില ചോദ്യങ്ങളുടെ മുമ്പിലുണ്ടല്ലോ, യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ദൈവമായിട്ട് അധികം സംസാരിക്കുക. അത് ആഴത്തിലുള്ള ഒരു സംസാരമായി മാറട്ടെ. കാരണം നിങ്ങളും ദൈവവും ഒരു വലിയ യാത്രയാണ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലേക്കുള്ള നിങ്ങളുടെ യാത്ര കർത്താവിന് വേണ്ടി നിങ്ങളെ ഒരുക്കുന്നു. God bless you. Shalom. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.